വിദ്യാസാഗറിന്റെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. അപ്പോ 8ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗം പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് യൂണിറ്റുകളും അടിസ്ഥാന യൂണിറ്റ് എന്താണെന്നും ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്താണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പുതിയൊരു കാര്യം പഠിക്കാം. ഓക്കെ, ഇവിടെ രണ്ട് ക്യൂബ്സ് ഉണ്ടല്ലേ, രണ്ട് കട്ടകളുണ്ട്. അതിലൊന്നെന്താണ് മരക്കട്ടയാണ്, അതെന്താണ് ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ. ഇപ്പോ എക്സാമ്പിൾ ഇരുമ്പ് കട്ട സങ്കല്പിക്കുക. രണ്ടും എങ്ങനെയാണ്? രണ്ടും ഒരേ ഷേപ്പല്ലേ ഇവിടെ? രണ്ടിനും ഒരേ ഷേപ്പാണ്. ഞാൻ ഇത് രണ്ടിനെയും ഒരു വെള്ളത്തിൽ ഇറങ്ങി വെച്ചാൽ, ഒരു ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്തോട്ട് ഇട്ടാല് എന്ത് സംഭവിക്കും? മരക്കട്ട എന്ത് ചെയ്യും? പൊങ്ങി നിൽക്കും. ഇരുമ്പ് കട്ട എന്ത് ചെയ്യും? താന്നു പോകും. ഓക്കെ, പക്ഷെ രണ്ടിനും എന്തായിരുന്നു? രണ്ടിനും ഒരേ സൈസല്ലായിരുന്ന. അപ്പോ അതിനകത്ത് പഠിച്ചു കഴിഞ്ഞു. എന്താ വോളിയം? നമുക്കറിയാം. എന്താണ് വോളിയം? സ്ഥിതി ചെയ്യാൻ സ്ഥലം എത്രത്തോളം ആവശ്യമുണ്ടോ അതാണ് എന്ത് വോളിയം. എങ്ങനെ കണ്ടുപിടിക്കാം? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, ലെങ്തിന്റെ വൃത്തി ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വോളിയം കിട്ടും. ഇതിനിടയിൽ ഒരേ സൈസ് ആയതുകൊണ്ട് ഇതിന്റെ നീളവും വീതിയും ഉയരവും എന്താണെന്ന് എടുത്താൽ തുല്യമാണെന്ന് സങ്കല്പിച്ചാൽ രണ്ടിന്റെയും വോളിയം എങ്ങനെയായിരിക്കും? വ്യാപ്തം എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. രണ്ടിന്റെയും വ്യാപ്തം എന്തായി? തുല്യമായി. പക്ഷെ രണ്ടിനെ തൂക്കി നോക്കിയാൽ ഇതിന്റെ മാസ് ഒരുപോലെ ആയിരിക്കും? അല്ല. ആർക്കായിരിക്കും മാസ് കൂടുതൽ? സ്വാഭാവികമായി ആർക്കായിരിക്കും? ഇരുമ്പ് കട്ടയ്ക്കായിരിക്കും മാസ് കൂടുതൽ. മരക്കട്ടയ്ക്ക് എന്ത് കുറവായിരിക്കും? ഇരുമ്പ് കട്ടയെ അപേക്ഷിച്ച് മാസ് കുറവായിരുന്നു. പക്ഷെ ഇതിന്റെ വ്യാപ്തം എങ്ങനെയായിരുന്നു? തുല്യമായിരുന്നു. ഓക്കെ, അപ്പോ ഇവിടെ എന്തെടുക്കുന്നു? വ്യാപ്തം കണ്ടുപിടിച്ചു, മാസം കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യുന്നു? മാസ് ബൈ വ്യാപ്തം ചെയ്യുന്നു, മാസ് ബൈ വോളിയം ചെയ്യുന്നു. അപ്പോൾ ഒരു സംഖ്യ കിട്ടത്തില്ലേ? രണ്ടും തുല്യമായിരിക്കും? അല്ല. ആർക്കായിരിക്കും കൂടുതൽ? ആർക്കായിരിക്കും മാസ് കൂടുതൽ? ആർക്കാണ്? ഇരുമ്പട്ടയ്ക്കാണ്. അപ്പോ ആർക്ക് കൂടുതലായിരിക്കും? ഇരുമ്പട്ടയ്ക്ക് എന്ത് കൂടുതലായിരിക്കും? മാസ് ബൈ വ്യാപ്തം എന്ന സംഖ്യ കൂടുതലായിരിക്കും അല്ലേ? ഇവിടെ മാസ് ബൈ വ്യാപ്തമാണെന്ന് നമ്മൾ പറയുന്ന ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ കുറച്ചുകൂടെ വിശദമായി പറയാം നമുക്ക്. ഇപ്പോ നിങ്ങളൊരു പരീക്ഷണം ചെയ്ത് നോക്കുക. വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? ഒരു പരീക്ഷണം വളരെ എക്സൈറ്റമായിട്ടുള്ള വളരെ സിമ്പിൾ ആയി ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. എക്സ്പെരിമെന്റ് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്ത് നോക്കുക. അതെന്തെടുക്കുക? ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കുക. ആ ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക? ശുദ്ധമായ കുടിക്കുന്ന വെള്ളം എന്ത് ചെയ്യുക? ഒഴിക്കുക. 5 മിനിറ്റ്സ് എന്ത് ചെയ്യുക? ഒഴിക്കുക. അതിലേക്ക് എന്ത് ചെയ്യുക? ഒരു മുട്ട. ആ മുട്ട എന്ത് ചെയ്യുക? ഇട്ട് വെക്കുക. മുട്ട എന്ത് ചെയ്യും? സ്വാഭാവികം എന്ത് ചെയ്യും? വെള്ളത്തിൽ എന്ത് ചെയ്യും? താന്നു. മുട്ട എന്ത് ചെയ്യും? വെള്ളത്തിൽ എന്ത് ചെയ്യും? താന്നു പോകും. എന്നാല് അതിലേക്ക് ഒരു 4-5 സ്പൂൺ എന്ത് ചെയ്യുക? ഉപ്പ് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. സാൾട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എന്ത് ചെയ്യുക? മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക? മുട്ട വച്ചാക്കുക. ഒരു സ്പൂണൊന്നുമല്ല, ഒരു 5-6 സ്പൂണൊക്കെ ആദ്യം ആഡ് ചെയ്ത് നോക്കുക. അപ്പോ ആ വെള്ളം ശുദ്ധമായ വെള്ളം, നേരത്തെ കുടിക്കാനുള്ള വെള്ളമായിരുന്നു, ഇപ്പൊ എന്തായിട്ട് മാറി? അത് ഉപ്പ് വെള്ളമായിട്ട് മാറി. ആ ഉപ്പ് വെള്ളത്തിലേക്ക് എന്താഡ് ചെയ്താല് ആ മുട്ട എന്ത് ചെയ്ത് ആദ്യം വെച്ച് കൊടുത്താക്കുക. എന്ത് സംഭവിക്കും? മുട്ട നേരത്തെ ഉള്ള പോലെ താന്നു പോകില്ല. മുട്ട വെള്ളത്തിൽ എന്ത് ചെയ്യും? പൊങ്ങി നിൽക്കും. അല്ലേ? ഇവിടെ എന്തായിരുന്നു സംഭവിച്ചത്? എന്താണ് സംഭവിച്ചെന്ന് വെച്ചാൽ, നേരത്തെ ആര് മാത്രമേ ഉള്ളായിരുന്നു? അവിടെ വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ ആരുണ്ട് അതിനകത്ത്? വെള്ളവും പിന്നെ ആരുണ്ട്? ഉപ്പും കൂടെ ഉണ്ടല്ലേ? ഉണ്ടായില്ലേ? അപ്പോ ആ ഗ്ലാസിനകത്തിരിക്കുന്ന ആ ലായനിയില് ആദ്യം വെള്ളം മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അവനെന്ത് കാണും? അതിനകത്തൊരു പദാർത്ഥങ്ങളുടെ അളവ് കാണും. അതിനുള്ള എന്ത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കാണില്ലേ? വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കാണത്തില്ലേ? അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തു. അപ്പൊ പദാർത്ഥങ്ങളുടെ അളവ് എന്ത് ചെയ്യും? കൂടിയാ കുറഞ്ഞ? കൂടി കാണും അല്ലേ? കൂടി കാണും അല്ലേ? അളവ് എന്ത് ചെയ്തു? കൂടി. മുട്ട എന്ത് ചെയ്തു? പൊങ്ങി നിന്നു. അത്തരത്തില് ഒരു പദാർത്ഥ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവാണത് ആ വസ്തുവിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ. ഒരു യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്യൂബ്, ഒരു സെന്റിമീറ്ററോ ഒരു മീറ്ററോ ലെങ്ത് എടുത്തായിട്ടുള്ള ഒരു ക്യൂബ്, അതാണ് യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത്. ആ യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ അളവാണത് ആ വസ്തുവിന്റെ സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതെന്തിനെ ആശ്രയിച്ചിരിക്കും? അതിന്റെ മാസിനെയും വോളിയത്തിനെയും എന്ത് ചെയ്യും? ആശ്രയിച്ചിരിക്കും. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി സമം എന്താണ്? മാസ് ബൈ വോളിയം, അല്ലെങ്കിൽ സാന്ദ്രത സമം മാസ് ഭാഗം വ്യാപ്തം. ഓക്കെ, അപ്പോ ഈ എക്സ്പെരിമെന്റ് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. അപ്പൊ എന്തുകൊണ്ടായിരിക്കും നേരത്തെ മരക്കട്ട പൊങ്ങിയുന്നത്, ഇരുമ്പട്ട താന്നു പോയത്? അവിടെ സാന്ദ്രത കൂടുതൽ ആർക്കായിരുന്നു? ഇരുമ്പട്ടയ്ക്കാണോ മരക്കട്ടയ്ക്കാണോ?
ഇരുമ്പ് എണ്ണയുടെ എന്ത് കൂടുതലായിരുന്നു? സാന്ദ്രത കൂടുതലായിരുന്നു. പദാർത്ഥങ്ങളുടെ അളവ് എന്തായിരുന്നു? വലിയ കൂടുതലായിരുന്നു. അവിടെ എന്ത് ചെയ്തു? വെള്ളത്തിൽ താന്നുപോയി. എന്നാൽ മരക്കട്ടയോ? മരക്കട്ട എന്ത് ചെയ്തു? ഉയർന്നു. കാര്യം എന്താണ്? സാന്ദ്രത കുറവാണ്. എന്നാൽ രണ്ടാമത്തെ എക്സ്പെരിമെന്റിലോ അതിനകത്ത് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഗ്ലാസ് അല്ലെങ്കിൽ ഉപ്പുള്ളൂ അല്ലേ? ആദ്യം എന്തായിരുന്നു? വെറും ശുദ്ധജലമായിരുന്നു. എന്നാൽ ഉപ്പുള്ളായപ്പോൾ എന്ത് ചെയ്തു? പദാർത്ഥങ്ങളുടെ അളവ് കൂടി. അതായത് എന്ത് കൂടി? അതിന് സാന്ദ്രത അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ത് ചെയ്തു? ശുദ്ധജലത്തിനേക്കാൾ കൂടുതലായിരുന്നു. ആർക്ക്? ഉപ്പുവെള്ളത്തിന്. അതുകൊണ്ട് എന്ത് ചെയ്തു? മുട്ട എന്ത് ചെയ്തു? താന്നു പോയില്ല. മുട്ട എന്ത് ചെയ്തു? മുട്ടയേക്കാൾ ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് മുട്ട എന്ത് ചെയ്തു? പൊങ്ങി നിന്നു. ആയത്തിലാണെങ്കിൽ ആയത്തില് ശുദ്ധജലമായിരുന്നു. അപ്പോ മുട്ടയേക്കാൾ ഡെൻസിറ്റി കുറവായിരുന്നു ആലായനിക്ക് അല്ലെങ്കിൽ ശുദ്ധജലത്തിന്. മുട്ട എന്ത് ചെയ്തു? താന്നു പോയി. അപ്പൊ ഇത് എന്ത് മനസ്സിലാക്കാം നമുക്ക്? ഒരു ലായനിയിൽ, ഒരു ദ്രാവകത്തില് ഏതെങ്കിലും ഒരു വസ്തു എടുത്തിടുകയാണെങ്കിൽ അവിടെ എന്ത് ഡെൻസിറ്റി കൂടിയ വസ്തു അല്ലെങ്കിൽ സാന്ദ്രത കൂടിയ വസ്തു എന്ത് ചെയ്യും? ആ ദ്രവത്തില് താഴ്ന്നു പോകും. എന്നാൽ ആ ദ്രവത്തിനേക്കാൾ സാന്ദ്രത കുറഞ്ഞ വസ്തുവാണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ ദ്രവത്തിൽ എന്ത് ചെയ്യും? പൊങ്ങി നിൽക്കും. ഇപ്പൊ ശുദ്ധജലത്തില് മരക്കട്ട എടുത്തിരിക്കുകയാണ്, മരത്തടി എടുത്തിരിക്കുകയാണ്, അപ്പൊ താന്നു പോവോ? ഇല്ല. എന്ത് ചെയ്യും? പൊങ്ങി നിൽക്കുമല്ലേ? പ്ലാസ്റ്റിക് കുപ്പി എടുത്തിരിക്കുകയാണ്, താന്നു പോവോ? ഇല്ല, അത് പൊങ്ങി നിൽക്കും. കാര്യം എന്താണ്? വെള്ളത്തിനേക്കാള് സാന്ദ്രത കുറവാണെന്ന് മരക്കട്ടയ്ക്ക്. എന്നാൽ ഒരു കല്ലെടുത്തിട്ടല്ല, കല്ലെന്ത് ചെയ്യും? താന്നു പോകും. അതിന്റെ കാര്യം എന്താണ്? വെള്ളത്തിനേക്കാള് ഡെൻസിറ്റി കൂടുതലാണെന്ന് നമ്മൾ ഇട്ട കല്ലിന്. ഇനി നിങ്ങൾ ഒരു വെള്ളത്തില് എന്ത് ചെയ്യുക? കുറച്ച് ഓയിൽ ഒഴിച്ചു നോക്കുക, മണ്ണെണ്ണയോ വെളിച്ചെണ്ണയോ എന്ത് ചെയ്യും? ഒഴിച്ചു നോക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ആ എണ്ണ എന്ത് ചെയ്യും? വെള്ളത്താന്നു പോവോ? അല്ലെങ്കിൽ വെള്ളം എണ്ണയും മിക്സ് ആവോ? ഒരിക്കലും അല്ലേ? വെള്ളത്തിന്റെ മുകൾ ഭാഗത്ത് ആരോ നീക്കും? എണ്ണ വന്നിരിക്കും അല്ലേ? കാര്യം എന്തായിരിക്കും? ഓയിലിനെ അപേക്ഷിച്ച് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കൂടുതൽ ആർക്കായിരുന്നു? വെള്ളത്തിനായിരുന്നു അല്ലെങ്കിൽ വാട്ടറിനായിരുന്നു. അതുകൊണ്ട് വാട്ടർ എന്ത് ചെയ്യും? താഴേക്കും, ഓയിൽ എന്ത് ചെയ്യും? മുകളിലേക്കും. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഡീസല്, പെട്രോള് മുതലാക്കി എന്ത് പിടിച്ചാല് തീ പിടിക്കുകയാണെങ്കിൽ എന്ത് ഉപയോഗിക്കാൻ പാടില്ല? വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ പാടില്ല. എന്തായിരിക്കും കാര്യം? ഇപ്പൊ ഡീസല്, പെട്രോള് അതുപോലെ ഓയിലിന് എന്ത് പിടിക്കുകയാണ്? തീ പിടിക്കാൻ സങ്കല്പിക്കുക. തീ പിടിച്ചാല് നമ്മളെ കൊണ്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അവിടെ ആർക്കാണ് ഡെൻസിറ്റി കൂടുതൽ? ഓയിലിനാണോ വെള്ളത്തിനാണോ? ആർക്കാണ്? വാട്ടറിനാണ് അല്ലേ? വാട്ടർ എന്ത് ചെയ്യും? ഇതിനകത്ത് എന്ത് ചെയ്യും? താന്നു പോകും. ഓയിൽ എന്ത് ചെയ്യും? പൊങ്ങി വരികയും ചെയ്യും. അപ്പോ ഓയിൽ പുറമെ വയ്ക്കുകയല്ലേ, വെള്ളം എന്ത് ചെയ്തു? താഴെ അടിയിലും പോയി. ഓയിൽ മേലെ ചെയ്യുന്നോണ്ട് എന്ത് ചെയ്യും? തീ ആളി കത്തതേ ഉള്ളൂ. തീ അണഞ്ഞു പോവോ? ഇല്ല. ഇപ്പൊ വെള്ളം വെച്ച് അണയ്ക്കാൻ കഴിയത്തില്ല. അപ്പോ എണ്ണയ്ക്ക് അല്ലെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയവയ്ക്ക് തീ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ ശ്രമിക്കരുത്. ഒഴിച്ചാൽ എന്ത് ചെയ്യും? വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലായിട്ട് വെള്ളം എന്ത് ചെയ്യും? അണിയിപ്പോ ഓയിൽ എന്ത് ചെയ്യും? പൊങ്ങി മേടിക്കുകയും ചെയ്യും. ഓക്കെ, മനസ്സിലായി? അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞു? ഡെൻസിറ്റി എന്ന ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു കാര്യം നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പാഠത്തില് പ്രധാന പഠിച്ചത് എന്താണ്? യൂണിറ്റ് ആണ് നീ പ്രധാനം പഠിച്ചിരിക്കുന്നത്. അളവുകളും അവയുടെ എന്ത് യൂണിറ്റ് ആണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് എന്ത് ചെയ്യാൻ പോകുന്ന ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ നമുക്ക് നോക്കാം. ഇപ്പൊ നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് അല്ലെങ്കിൽ ലെങ്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആരാണ് നമ്മൾ ചെയ്യുന്നത്? മീറ്റർ ആണ് അല്ലേ? ആരാണ്? മീറ്റർ അല്ലേ? അതിന്റെ സിമ്പൽ ആരാണ്? എം. ഓക്കെ. ഈ നമ്മള് എഴുതുമ്പോ കുറച്ച് ശ്രദ്ധിക്കണം. ചുമ്മാ അങ്ങ് എഴുതി പോകാൻ പാടില്ല. നമ്മൾ സാധാരണയായിട്ട് ആ ഒരു യൂണിറ്റ് എഴുതുമ്പോ അല്ലെങ്കിൽ സിമ്പൽ എഴുതുമ്പോ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഏതാണ്? നമ്മുടെ ഇംഗ്ലീഷിൽ ആൽഫബെറ്റാണ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. ഇപ്പൊ മീറ്റർ എം എന്ന് എഴുതി, മാസമാണെങ്കിൽ എന്ന് എഴുതും, കിലോഗ്രാം, പിന്നെ സമയമാണെങ്കിലോ സെക്കൻഡ്, അത്തരത്തിൽ ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ടെമ്പറേച്ചർ, താപനിലയാണെങ്കിൽ കെൽവിൻ എഴുതിയല്ലേ അല്ലേ? അപ്പൊ അങ്ങനെയാണ് ലെറ്റേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇനി നമ്മളിവിടെ എഴുതിയപ്പോ മീറ്റർ സ്മാൾ ലെറ്റർ, എസ് സ്മാൾ ലെറ്റർ, കിലോഗ്രാം സ്മാൾ ലെറ്റർ. പക്ഷെ ഇവിടെ എഴുതിയപ്പോ കെ എന്ത്? ക്യാപിറ്റൽ. അതേപോലെ വേറൊന്ന് ഇലക്ട്രിക് കറണ്ട്, ആംബിയർ അല്ലേ? അതിന്റെ സിമ്പിൾ ആരാണ്? എ. ഇത് ക്യാപിറ്റൽ അല്ലേ? അപ്പൊ നമ്മള് എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം.
അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോ എന്തൊക്കെ പറഞ്ഞു? മീറ്റർ സ്മാൾ ലെറ്റർ അല്ലേ, അതേപോലെ സെക്കൻഡ് സ്മാൾ ലെറ്റർ അല്ലേ, കിലോഗ്രാം സ്മാൾ ലെറ്റർ അല്ലേ അല്ലേ. എന്നാൽ നമ്മൾ ആരെഴുതി? ആംപിയർ എഴുതിയപ്പോ എന്ത് എഴുതി? ക്യാപിറ്റൽ എഴുതി. കാര്യം ഈ നമ്മൾ എപ്പോഴാണ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്നത് വെച്ചാല് ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ എന്ത് ഓർമ്മയ്ക്കായിട്ട് കൊടുത്തിരിക്കുന്ന യൂണിറ്റിന്റെ സിമ്പൽ ആണ് ഉപയോഗിക്കുന്നത്, ക്യാപിറ്റൽസ് ഉപയോഗിക്കുന്നത്. ഇപ്പോ എ എന്ന് പറഞ്ഞാല് 1700 ജീവിച്ചിരുന്ന ഫ്രഞ്ച് സയന്റിസ്റ്റ് ആയ ആംപിയർ എന്ന സയന്റിസ്റ്റ് ഓർമ്മയ്ക്കാണ് എന്ത് എടുത്തത്? നമ്മള് എ എന്ന സിമ്പിൾ അല്ലെങ്കിൽ ആംപിയർ എന്ന സിമ്പിൾ ആംപിയർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ സിമ്പിൾ ആണ് എ. അതേപോലെ അങ്ങനെ അറിയാവുന്ന സയന്റിസ്റ്റ് ആണ് ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ അറിയാലോ അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്നതാണ് ന്യൂട്ടൺ. ന്യൂട്ടൺ എന്ന യൂണിറ്റ് അതിന്റെ സിമ്പിൾ ആര്? എൻ. ന്യൂട്ടൺ ഏത് യൂണിറ്റ് എന്ന് അറിയാമോ? ന്യൂട്ടൺ ബലം അല്ലെങ്കിൽ ഫോഴ്സ് ന്യൂട്ടൺ ആണ് ന്യൂട്ടൺ. അതിന്റെ സിമ്പിൾ ആണ് എൻ. അതേപോലെ ഇപ്പൊ കാണാൻ സാധിക്കും എന്താണ് കുറച്ച് എക്സാംസ് കാണില്ലേ? എന്താണ് അലക്സാണ്ടർ വോൾട്ട, അദ്ദേഹത്തിന്റെ ഓർമ്മയെടുത്താണത് വോൾട്ട് എന്ന യൂണിറ്റ്. ആരത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന അളവിന്. അതേപോലെ ബ്ലേസ് പാസ്കൽ, അദ്ദേഹത്തിന്റെ ഓർമ്മയെടുത്താണത് പാസ്കൽ എന്ന യൂണിറ്റ്. ആരൊക്കെ? മർദ്ദത്തിന്. അങ്ങനെ സിമ്പിൾ ആണെന്ത്? പി എ. ഓക്കെ, അതെന്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നീ പഠി. ഓക്കെ, അപ്പോ അടുത്ത പ്രധാനപ്പെട്ട ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? ഇപ്പോ നമ്മൾ ഒരിക്കലും മീറ്ററിന്റെ എം എന്ന് ഒരിക്കലും എന്തായാലും എഴുതില്ല, ക്യാപിറ്റൽ എം ആയിട്ട് എഴുതില്ല. അത് എന്താണ്? തെറ്റാണ്. കാര്യം നമ്മൾ ഏതെങ്കിലും സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്ക് കൊടുത്തതിന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ക്യാപിറ്റൽ എഴുതുള്ളൂ. ബാക്കിയുള്ള ഏതായിരിക്കും? സ്മാൾ ആയിരിക്കും. ഓക്കെ, അടുത്ത ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ മീറ്ററിന് എഴുതുകയാണ്. മീറ്ററിനോ കെൽവിനൊക്കെ എഴുതുകയാണ്. അപ്പൊ ഞാൻ എഴുതിയപ്പോ ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഞാൻ ഇവിടെ സ്മാൾ ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്, ക്യാപിറ്റൽ ആണോ ഉപയോഗിച്ചിരിക്കുന്നത്? അല്ല, സ്മാൾ ലെറ്റേഴ്സ് ആണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു യൂണിറ്റിന്റെ പേര് മൊത്തത്തിൽ എഴുതുമ്പോ ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല? ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. എപ്പോഴും സ്റ്റാർട്ടിംഗ് ലെറ്റർ ഏതായിരിക്കണം? സ്മാൾ ലെറ്റർ ആയിരിക്കണം. ഇനി കെൽവിന്റെ സിമ്പിൾ ആരാണ്? അത് ക്യാപിറ്റൽ കെ ആണ്. പക്ഷെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? സ്മാൾ കെയിലെ എഴുതി തുടങ്ങാൻ പാടുള്ളൂ. ഒരിക്കലും എന്ത് എഴുതാ ഇങ്ങനെ കെൽവിൻ എന്ന് എഴുതാൻ പാടുണ്ടോ? ഇല്ല. അതെന്താണ്? ഒരു തെറ്റായ രീതിയാണ്. ഒരിക്കലും നമ്മൾ എന്ത് എഴുതാൻ പാടില്ല? സെക്കൻഡ് ഇങ്ങനെ എഴുതാൻ പാടില്ല. കാര്യം എന്താണ്? എസ് ക്യാപിറ്റൽ ആണെങ്കിൽ അപ്പൊ എങ്ങനെ എഴുതാൻ പാടുള്ളൂ? എസ് എപ്പോഴും എങ്ങനെ ആയിരിക്കണം? സ്മാൾ ലെറ്റർ ആയിരിക്കണം. ഓക്കെ, അപ്പോ സിമ്പിള് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് ലെറ്റർ എപ്പോഴും എങ്ങനെയായിരിക്കണം? അത് സ്മാൾ ലെറ്ററിലായിരിക്കണം. ഒരിക്കലും എന്തും ഉപയോഗിക്കാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരിക്കലും യൂണിറ്റുകളുടെ പ്ലൂറൽ ഫോം ബഹുവചനം ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കത്തില്ല. അതായത് നമ്മൾ എന്തൊന്നും ഉപയോഗിക്കില്ല? കിലോഗ്രാംസ്, മീറ്റേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കില്ല. അതൊക്കെ എന്താണ്? തെറ്റായാണല്ലോ. ഒരിക്കലും എന്തില്ല? സിമ്പിൾസിന് അല്ലെങ്കിൽ നമ്മളെ യൂണിറ്റിന് പ്ലൂറൽ ഫോം ഇല്ല, ബഹുവചനമില്ല. എപ്പോഴും എങ്ങനെ ഇരിക്കണം? കിലോഗ്രാം, മീറ്റർ, സെക്കൻഡ് അങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഒരിക്കലും എന്തില്ല? ഇതിനൊന്നും ബഹുവചനമില്ല. അതേപോലെ മറ്റൊരു കാര്യമാണത്, ഇപ്പൊ നമ്മളൊരു സെന്റൻസ് എന്ത് ചെയ്യാണ്? ഇപ്പോ ഒരു സെന്റൻസ് എഴുതിയപ്പോ സെന്റൻസിന്റെ അവസാനം ഇപ്പൊ 75 സെന്റിമീറ്റർ എന്ന് വന്നു. ഓക്കെ, നമ്മൾ അവസാനം എന്ത് ചെയ്യും? അവസാനം എന്തെടുക്കും? ഫുൾ സ്റ്റോപ്പ് കൊടുക്കും. അതേപോലെ സെന്റൻസ് എഴുതിക്കൊണ്ട് നിൽക്കുന്ന ഇടയിലാണ് ഈ 75 സെന്റിമീറ്റർ വരുന്നെങ്കിൽ അവിടെ എന്തൊന്നും കൊടുക്കാൻ പാടില്ല? ഫുൾ സ്റ്റോപ്പ് കൊടുക്കാനൊന്നും പാടില്ല. അതൊക്കെ എന്താണ്? തെറ്റായ രീതിയാണ്. അതായത് ഒരു സിമ്പിൾ എഴുതി കഴിഞ്ഞ് ഒരിക്കലും സെന്റൻസിന്റെ അവസാനമല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് സെന്റൻസിന്റെ അവസാനമല്ല വരുന്നെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ഫുൾ സ്റ്റോപ്പ് ഒന്നും കൊടുക്കരുത്. ഇനി ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു? നേരത്തെ ഡെൻസിറ്റി ഉണ്ടല്ലേ? ഡെൻസിറ്റി ഉണ്ടായാലാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അല്ലേ? അതേപോലെ സ്പീഡ് കണ്ടു, അതിന് യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു ചരിഞ്ഞ വര ഉപയോഗിച്ചിട്ടില്ലേ? ഇല്ലേ? അത് എന്തിനാണ് മീൻ ചെയ്യുന്നത്? ഇവിടെ എന്താണ്? കിലോഗ്രാം മീറ്റർ ഇക്വേഷൻ എന്താണ്? എന്താണ്? മാസ് ബൈ വോളിയം. മാസ് ഭാഗം വോളിയം എന്നല്ലേ? തന്നെയല്ലേ? അപ്പോൾ എന്താണ്? ഈ ഡിവൈഡ് ബൈ എന്ത് ചെയ്യുന്ന നമ്മള് ഇവിടെ ഒരു ചരിഞ്ഞ വര കൊണ്ട് സൂചിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? അതേപോലെ ഇനി വേറെ യൂണിറ്റാണ് ആക്സലറേഷൻ. ത്വരണം പഠിക്കും നിങ്ങൾ. അതിന് യൂണിറ്റ് എന്താണ്?
മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോ നമ്മൾ ഈ ഡിവൈഡ് ബൈ സൂചിപ്പിക്കണം എന്ത് ചെയ്യുന്ന ഈ ചരിഞ്ഞ വര എന്ത് ചെയ്യുന്ന സൂചിപ്പിക്കുന്നത് അതെയാണ് ഡിവൈഡ് ബൈ ആണ്, അല്ലെങ്കിൽ ഹരണമാണ് എന്ത് ചെയ്യുന്ന ഈ ചരിഞ്ഞ വര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഒരു യൂണിറ്റില് ഒന്നിൽ കൂടുതൽ എന്ത് വരാൻ പാടില്ല, ഈ ചരിഞ്ഞ വരകൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരേ ഒരു വര മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് എന്ത് ഇങ്ങനെ എഴുതാൻ പാടില്ല, മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാനായിട്ട് പാടില്ല. എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരൊറ്റ വര മാത്രമേ ഒരു സിമ്പൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഓക്കെ, അതേപോലെ നമ്മൾ യൂണിറ്റ് എഴുതുമ്പോൾ ഇപ്പൊ നമ്മൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതുകയാണ്. അപ്പോ യൂണിറ്റ് എഴുതുമ്പോൾ മൊത്തം എന്ത് ചെയ്യുക, ഒന്നുകില്ലെങ്കിൽ എഴുതുക, ഇപ്പോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തം എന്ത് ചെയ്യുക, ഇതേപോലെ സിമ്പൽ എഴുതുക. ഓക്കെ, ഇപ്പോ കിലോഗ്രാം സിമ്പല് പെർ പിന്നെ മീറ്റർ ക്യൂബ് അങ്ങനെ മൊത്തം എന്ത് ചെയ്യുക, സിമ്പൽ എഴുതുക. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ എന്ത് ചെയ്യില്ല, എഴുതാനുള്ള പാടില്ല. അതേപോലെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ എന്ത് ചെയ്യില്ല, എഴുതാനായിട്ട് പാടില്ല. ഒന്നിൽ എന്ത് ചെയ്യാം, ഫുള്ള് നമുക്ക് ലെറ്റേഴ്സ് എഴുതാൻ പറ്റും. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അങ്ങനെ എന്ത് ചെയ്യാം, ഫുൾ എന്ത് ചെയ്യാം, ലെറ്റേഴ്സിൽ എഴുതാൻ കഴിയും. അതേപോലെ അല്ലെങ്കിൽ ഫുൾ എന്ത് ചെയ്യാം, സിംബൽസിൽ സൂചിപ്പിക്കാം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, സിംബലും ലെറ്റേഴ്സ് എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്ത് എഴുതാനായിട്ട് പാടില്ല. ഒന്നെങ്കിലും എന്ത് ചെയ്യാം, ഫുൾ സിംബൽ എഴുതുക, അല്ലെങ്കിൽ ഫുൾ എന്ത് ചെയ്യാം, ലെറ്റേഴ്സ് എഴുതുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോ രണ്ട് സിംബൽ അടുത്തിട്ട് എഴുതുകയാണ്. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ, ന്യൂട്ടൺ എന്ന യൂണിറ്റ്, മീറ്റർ എന്ന മറ്റൊരു യൂണിറ്റ്. എന്താണ് ന്യൂട്ടൺ ആരാണ്, ഫോഴ്സിന്റെ ആണ്, എം ആരതാണ്, നീളത്തിന്റെ ആണ് അല്ലേ. ടോർക്ക് എന്ന അളവിന് വേണ്ടിയിട്ടാണ് ന്യൂട്ടൺ മീറ്റർ എന്ന യൂണിറ്റ്. അപ്പൊ അങ്ങനെ എഴുതുമ്പോ ഒരിക്കലും എന്ത് ചെയ്യാം, ചേർത്ത് എഴുതാനായിട്ട് പാടില്ല. അതേപോലെ എന്ത് ചെയ്യണം, ഇവയ്ക്കിടയില്ല ഒന്നിൽ എന്ത് കൊടുക്കുക, ഒരു ഡോട്ട് കൊടുക്കുക. ഡോട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇടുക. ഓക്കെ, അത് എന്ത് ചെയ്യുക, ഡോട്ടോ അല്ലെങ്കിൽ സ്പേസ് വിടുക. അല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. അതായത് ഇവയ്ക്കിടയില്ല കുടിശ്ശേരി കരുതി എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഡു മാത്രം ഇടാനായിട്ട് പാടില്ല. അതെന്താണ്, തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഡോട്ട് ഇടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പേസ് ഇടുക. ഓക്കെ, ഡോട്ട് ഇടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സ്പേസ് ഇടുക. ഓക്കെ, അതേപോലെ ഇപ്പൊ നമ്മൾ എഴുതുകയാണ്, ഇപ്പോ 15 സെന്റിമീറ്റർ എഴുതുകയാണ്. ഓക്കെ, അങ്ങനെ എഴുതുമ്പോ നമ്മളെ സംഖ്യ കഴിഞ്ഞ് ഒരു സ്പേസ് കൊടുത്തിട്ട് വേണം ആരെ എഴുതാൻ, സിമ്പൽ എഴുതാൻ. നമ്മുടെ സംഖ്യ കഴിഞ്ഞ് എന്ത് ചെയ്യുക, ഒരു സ്പേസ് ഇടുക, പിന്നെ എന്ത് ചെയ്യുക, സിമ്പൽ എഴുതുക. അല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ചേർത്ത് എഴുതാൻ പാടില്ല. ഓക്കെ, ഇപ്പോ 273 കെൽവിൻ എഴുതുമ്പോ എന്ത് ചെയ്യുക, എഴുതുന്നു കഴിഞ്ഞാൽ ഒരു സ്പേസ് കൊടുക്കുന്നു, പിന്നെ എന്ത് എടുക്കുന്നു, കെൽവിൻ എഴുതുന്നു. ഓക്കെ, അല്ല ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, 273 കെൽവിൻ ചേർത്ത് എഴുതാൻ പാടില്ല. ഓക്കെ, ഇനി അവസാനമായി നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു അളവ് എഴുതുകയാണ്. അളവ് എഴുതുമ്പോ അതില് ഒന്നിൽ കൂടുതൽ യൂണിറ്റ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതായത് എക്സാമ്പിൾ പറഞ്ഞാല് ഇപ്പൊ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈനിൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു. നമ്മളെന്ത് സ്കെയിൽ വെച്ച് കണ്ടുപിടിച്ചല്ലേ, സ്കെയിൽ വെച്ച് അളന്നു നോക്കും. അളന്നു നോക്കുമ്പോ എന്ത് കിട്ടി, 10 സെന്റിമീറ്ററും അത് കഴിഞ്ഞ് എന്ത് കിട്ടി, എനിക്ക് ഒരു 5 മില്ലിമീറ്ററിനും കിട്ടി. 10 സെന്റിമീറ്റർ അത് കഴിഞ്ഞ് എന്ത് കിട്ടി, 5 മില്ലിമീറ്ററിനും കിട്ടി. അപ്പൊ ഇതിന് ചേർത്ത് എഴുതുമ്പോ ഒന്നിൽ എന്ത് ചെയ്യുക, 10.5 സെന്റിമീറ്റർ നമുക്ക് എഴുതാൻ സാധിക്കും. 10.5 സെന്റിമീറ്റർ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിന് ചേർത്ത് 10 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണ്, അതാണ് 100 മില്ലിമീറ്റർ അല്ലേ, പിന്നെ 5 മില്ലിമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 105 മില്ലിമീറ്റർ എഴുതാൻ സാധിക്കും. 105 മില്ലിമീറ്റർ എഴുതാൻ സാധിക്കും. അങ്ങനെയല്ലാതെ 10 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല. എന്ത് ചെയ്യില്ല, മിക്സ് ചെയ്ത് എഴുതില്ല. സിമ്പിൾസ് അല്ലെങ്കിൽ യൂണിറ്റ് ചെയ്യില്ല, മിക്സ് ചെയ്തില്ല. ഒരു യൂണിറ്റ് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, പൂർണ്ണമായും ഒരു യൂണിറ്റ് മാത്രം എഴുതുക. ഓക്കെ, ഇപ്പോ കിലോഗ്രാം ഗ്രാമം ചേർത്ത് എന്ത് കിലോഗ്രാം എഴുതുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗ്രാം എഴുതുക. അല്ലാതെ കിലോഗ്രാം ഗ്രാമം ചേർത്ത് എഴുതാനായിട്ട് പാടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാറുള്ള നമുക്ക്
യൂണിറ്റുകൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പാഠം മുഴുവൻ പഠിച്ചു കഴിഞ്ഞു. എന്ത് ചെയ്യുക, ഈ പാഠത്തിലുള്ള ഓരോ പ്രവർത്തനം എന്ത് ചെയ്യാൻ വേണ്ടിയിരുന്ന് ചെയ്തു നോക്കുക. അത് കഴിഞ്ഞ് വിലയിരുത്താൻ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ പാഠത്തിന്റെ അവസാനം അതെന്ത് ചെയ്യുക, അത് ഓരോന്നേരം എന്ത് ചെയ്യുക, ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റു ഭാഗമായി എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പിന്നെ കാണാം.